നമ്മുടെ വെള്ളാപ്പള്ളിനെ മാധ്യമങ്ങൾ വളഞ്ഞതാ. ആ വാർത്ത നമുക്കൊന്ന് കാണാം. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറയാം. മലപ്പുറത്ത് ചെന്നപ്പോ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം ഇഷ്ടം. അത് തുടങ്ങാൻ സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്? മലപ്പുറത്തുണ്ടോ? വയനാടുണ്ടോ? കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി. സ്ഥലം എല്ലാം ഉണ്ട്. അനുവാദം തരണം സർക്കാരിന്റെ. ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് റിപ്പോർട്ട് കുറെ നാളായി നിങ്ങൾ തുടങ്ങിയിട്ട്. അപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുകയാണ് വീണ്ടും മലപ്പുറത്തിനെ കുറിച്ച്, മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിങ്ങളെ കുറിച്ച് വെറും വർഗീയത മാത്രം. ഈ മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയാൻ വേണ്ടി മാത്രം ഇപ്പൊ പ്രത്യേകിച്ചും. കാരണം മലപ്പുറം ജില്ല ഒന്നടങ്കം മുസ്ലിം ലീഗ് തൂത്തുവാരിയാണ്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ, ജില്ലാ പഞ്ചായത്തിലൊന്നും ഒരു പ്രതിപക്ഷം കൂടിയില്ല. അത് മാത്രമല്ല, ഒരു ഹൈന്ദവ പെൺകുട്ടി സ്മിജി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിനെ, AP ഉണ്ണികൃഷ്ണൻ്റെ മകളെയാണ് തങ്ങൾ നേരിട്ട് വിളിച്ചിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റാക്കിയത്. ഇതൊന്നും ഈ നാറി വെള്ളാപ്പള്ളിക്ക് പറ്റൂലല്ലോ. കാരണം ജന്മകാലത്ത് വേറെ ആരെങ്കിലും കാര്യത്തിൽ, സമുദായത്തിന് വേണ്ടിയോ വേറെ ആരെങ്കിലും വിഷയത്തിന് വേണ്ടിയോ ഈ വെള്ളാത്തള്ളി നാറി സംസാരിച്ചിട്ടില്ലല്ലോ. ഇതുവരെ സംസാരിച്ചിട്ടില്ലല്ലോ. ആ ഈയവരെ മുഴുവൻ വശത്താക്കി കള്ളുസാപ്പ് തുടങ്ങി ഓരോ പൈസ മുഴുവൻ കള്ളുപ്പിച്ച് ആ 3/4 രൂപ ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കി, തന്തിമാനും അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കുകയാണ്. അതിൽ ചതിയും വഞ്ചനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അന്വേഷണം വന്നപ്പം ആ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്യാക്കാനും നടപടി എടുക്കാനും കുറേ പിണറായിൻ്റെ ഷൂ നക്കി, കുറേ മോദിൻ്റെ ഷൂ നക്കി. അങ്ങനെ അവിടെ മകനും നക്കും, ഇവിടെ തന്തി നക്കും. അങ്ങനെ നക്കിയാണ് പോവാണ് തന്തിമാനും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിമിനെതിരെ, മലപ്പുറത്തിനെതിരെയൊക്കെ നിങ്ങൾ ഇത്ര വർഗീയത പറയുന്നു ചോദിച്ചപ്പോൾ, എനിക്കിവിടെ മലപ്പുറത്ത് ഒരു സ്കൂൾ തുടങ്ങാൻ കഴിയില്ല. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു, സ്കൂൾ തുടങ്ങാൻ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം വാങ്ങിക്കണം. ആ സ്ഥലമൊക്കെ വാങ്ങിയിട്ടാണ്. പിന്നെ ഇപ്പം എന്താ തുടങ്ങാൻ പ്രയാസം എന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾ. അപ്പോൾ പറയണം അനുമതി കിട്ടിയിട്ടില്ല. അപ്പോൾ ആരാ അനുമതി തരേണ്ടതെന്ന് മാധ്യമങ്ങൾ. അപ്പോൾ പറയണത് സർക്കാരാണ്. അപ്പോൾ മാധ്യമങ്ങൾ 10 കൊല്ലമായിട്ട് ഇവിടെ പിണറായി വിജയനാണല്ലോ, CPM ആണല്ലോ, LDF ആണല്ലോ ഭരിക്കുന്നത്. എന്നിട്ട് എന്താ അവർ നിങ്ങൾക്ക് അനുമതി തന്നില്ലേ? അതിൽ മൈക്ക് തട്ടുകയാണ്. ആ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ മൈക്ക് തട്ടി തെറിപ്പിക്കാണ്. നല്ല 1-ാം നമ്പർ ഗുണ്ടാ ശൈലിയിൽ പച്ചക്ക് ആ മൈക്ക് തട്ടുന്ന രംഗാപ്പങ്ങൾ കണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ അറിയോ, മൂപ്പർക്ക് ഒരു ഉത്തരം പറയാനല്ല. പിന്നെ സ്കൂൾ തുടങ്ങാം. ഈയവരെ പഠിപ്പിച്ചാൽ നടക്കുകയാണല്ലോ നാറി. ഈയവരെ പഠിപ്പിച്ച് ഇങ്ങനെ വളർത്തി വലുതാക്കി നടക്കുകയാണല്ലോ. ആകെയുള്ള അവൻ്റെ പണി അതാണ്. ഇത്രയും കാലമായിട്ട് 10-30 കൊല്ലമായി ആ കസാരി കയറി കുത്തിക്കണേ. ഇന്നേ വരെ ഒരു ഈയവൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഓനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇന്നേ വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവരെ പീഞ്ഞ് അവരെ 3/4 മുഴുവൻ കൊള്ളയടിച്ച് അത് ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് അതിന് EDO, കസ്റ്റംസോ CBI ഒക്കെ വരാതിരിക്കാൻ വേണ്ടി മോഡിൻ്റെ ഷൂ നക്കി, പിണറായിൻ്റെ ഷൂ നക്കി തന്തിമാനും നടക്കുകയാണ്. നമ്മളിവിടെ കണ്ടുവരുന്ന കാഴ്ചയാണ്. എത്ര കേസുകൾ തന്തൻ്റെ മാൻ്റെ ഇവിടെ ഒതുക്കി കൊടുത്ത് പിണറായി. എന്നിട്ട് പിണറായി വലിയൊരു കോളാക്കിയാണ്ട് ഈയവൻ്റെ വോട്ട് കിട്ടുന്നില്ലാണ്ട് കാറിലൊക്കെ കയറ്റാം, മുഖ്യമന്ത്രിൻ്റെ കാറിലൊക്കെ കയറ്റാൻ പറ്റിയ നല്ലൊരു മുതലാണല്ലേ. നമ്മൾ പറയണ്ട പോട്ടെ. ഈ മുഖ്യമന്ത്രി തന്നെ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞാണല്ലോ, വർഗീയവാദികളിൽ ഏറ്റവും വലിയ വർഗീയവാദിയാണ് വെള്ളാപ്പള്ളിയും. കേരളത്തിൽ ഇത്രയും വലിയ വർഗീയവാദി വേറെ അല്ലാന്ന് ഈ പിണറായി എന്നെ പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ അല്ലേ? അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേന് വെള്ളാപ്പള്ളിൻ്റെ നാവിൽ സരസ്വതി വിളയാടുകയാണ്. ഗുരുവിന് തുല്യമാണ് വെള്ളാപ്പള്ളിയിൽ. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? വോട്ട് ലക്ഷ്യം വെച്ചിട്ട് ആ ഈയവൻ്റെ വോട്ട്, ന്യൂനപക്ഷ വോട്ട് ഇവിടെ ചോർന്നു പോയപ്പോൾ ആ ഈയവൻ്റെ വോട്ട് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളാപ്പള്ളിൻ്റെ ഷൂ തിരിച്ചു നക്കണ ഒരവസ്ഥയാണ് ഇപ്പം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് അല്ലേ? എന്നിട്ട് ആ ഈയവൻ്റെ വോട്ട് കിട്ടിയില്ല. ഈയവൻ്റെ വോട്ട് എവിടേക്ക് പോയി? ചില ജില്ലയിൽ BJPക്ക് പോയി, ചില ജില്ലയിൽ UDFനും പോയി. ഈയവൻ്റെ വോട്ടുമില്ല, ന്യൂനപക്ഷങ്ങളെ വോട്ടുമില്ല, ആ ക്രിസ്ത്യാനികളെ വോട്ടുമില്ല, മുസ്ലിം ആരെ വോട്ടുമില്ല. വോട്ടും കിട്ടാതെ പറ്റ അടിക്കാണ് പോയിട്ട് ഇപ്പോഴും പരിശോധിച്ചു കൊടുക്കുക പരാജയകാരൻ എന്താണ്. എന്തിനാണ് പരിശോധിച്ചു കൊടുക്കുന്നത്? പിണറായി ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ പരാജയകാരനും കഴിഞ്ഞ്. പിന്നെ വേറെ പരാജയകാരൻ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അത് വിരല് ചൂണ്ടി പറയാനോ വിരല് ചൂണ്ടാതെ പറയാനോ ആ CPM എന്ന പാർട്ടിയിൽ ഇന്നൊരാളില്ല. ഒരാളുണ്ടായി VS അച്യുതാനന്ദൻ ഒളിഞ്ഞു കഴിഞ്ഞ് തന്നെ പറഞ്ഞു. അയാൾ മരിച്ചുപോയി. ഇനി ഇന്നൊരാളതിലില്ല. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി എന്താ പറയണറിയോ? 3ാം ഭരണം ഉണ്ടാവും.
CPM-ന് ഇടതുപക്ഷത്തിന് 3ാം ഭരണം ഉണ്ടാവും, മൂപ്പരാ തീരുമാനിക്കുക. മൂപ്പര് ഇതിന് മുമ്പ് പറഞ്ഞവിടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, പിന്നെ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പിൽ LDF തൂത്ത് വാരും, നല്ലോണം വാരിയില്ലേ. മൂപ്പര് പറഞ്ഞാൽ എന്തായി മൂപ്പര് പറഞ്ഞത്? ഇപ്പം മൂപ്പര് പറയണത് 3ാം തുടർഭരണം ഉണ്ടാവും CPM-ന്. ഞാൻ ഉറച്ചു പറയുന്നു. ആയിക്കോട്ടെ, ബെറ്റ് ഇല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നതാണ്. കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്നൊക്കെ പറഞ്ഞതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിച്ചിരുന്നു, വീഡിയോസും പോസ്റ്റൊക്കെ എടുത്തിച്ചിരുന്നു ഞാൻ. അപ്പം ഇയാളിപ്പം ഇന്ന് മാധ്യമങ്ങളോട് കാണിച്ച രംഗാണ് ഇപ്പം നമ്മൾ കണ്ടത്. വെറും മുസ്ലിങ്ങളെ തെറി വിളിക്കാനും മുസ്ലിം ലീഗിനെ തെറി വിളിക്കാനും. മുസ്ലിം ലീഗാണ് മൂപ്പര് ഏറ്റവും വലിയ പ്രശ്നം. കാരണം മൂപ്പർക്ക് ചത്ത് കെട്ടിയാലും മുസ്ലിം ലീഗ് ആകാൻ കഴിയില്ല. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഈയവൻ്റെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ സാധാരണക്കാരായ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ശബ്ദിക്കുന്ന ഒരു ജനകീയ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്. അതാണ് മുസ്ലിം ലീഗ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട്, ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിനെ തെറി വിളിച്ചടക്കാൻ മാത്രമേ ഈ നാടിക്ക് കഴിയുള്ളൂ. മലപ്പുറത്തിനെ തെറി പറയാ, മുസ്ലിങ്ങളെ തെറി പറയാ, മുസ്ലിം ലീഗിനെ തെറി പറയാ. എന്നിട്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാൻ മുസ്ലിങ്ങളല്ല പറഞ്ഞ മുസ്ലിം ലീഗിനെ പറഞ്ഞു തരും, കുറച്ച് കഴിയുമ്പോൾ പറയും ഞാൻ മുസ്ലിം ലീഗിനല്ല പറഞ്ഞ മുസ്ലിങ്ങളെ പറഞ്ഞു തരും, കുറച്ച് കഴിയുമ്പോൾ പറയും ഞാൻ പൊളിറ്റിക്കൽ മുസ്ലിമിനെയാണ് പറഞ്ഞു തരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയാം. ഈ മാറ്റി പറയുന്നതിനൊക്കെ നമ്മുടെ നാട്ടിലൊരു പേരുണ്ട്, ആ പേര് ഇപ്പം അവിടെ പറയില്ല. അപ്പം ഇതാണ് ഇയാളുടെ അവസ്ഥ. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു വർഗീയവാദി, ഇരട്ടത്താപ്പും വർഗീയവാദിയും അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ഇരട്ടത്താപ്പുകാരനുമായിട്ട് ഈ വെള്ളാപ്പള്ളി മാറി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അടിവരയിട്ടുകൊണ്ട് പറയാം. ആ കാഴ്ച എളുപ്പം നമ്മൾ കണ്ടേ മാധ്യമങ്ങൾക്കെതിരെ ഇയാൾ തിരിച്ചത്. മാധ്യമങ്ങൾ കൃത്യമായിട്ട് ചോദിക്കാണ്, പിന്നെ എന്തിനാണ് ഈ മലപ്പുറത്തിനെ കുറിച്ച് പറയണത്? എത്രയോ ആളുകൾ പല ഭാഗത്തു നിന്ന് മലപ്പുറത്ത് വന്ന് അധ്യാപകരായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും ഇവിടെ വന്ന് ജോലി ചെയ്ത് പിന്നെ അവിടെ മുതൽ വിറ്റാണ് ഇവിടെ വീട് താമസിക്കുന്ന 100 കണക്കിന് 1000 ആളുകളുണ്ട് മലപ്പുറത്ത്. ആരെങ്കിലും ഒരാൾ ഈ വെള്ളാപ്പള്ളി കൊടുത്ത് പോയി താമസിച്ചതായിട്ട് നമ്മൾ ആരെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എങ്ങനെ പോയി നിൽക്കുക? ഈ നാടിൻ്റെ കാര്യം കഴിഞ്ഞിട്ടല്ല മറ്റുള്ളവരെ കാര്യമുള്ളൂ. പിന്നെ പറയുമ്പം ഈയവന് വേണ്ടി സംസാരിക്കണം, മുസ്ലിം ലീഗിനെ തെറി പറയാൻ, മുസ്ലിങ്ങളെ തെറി പറയാൻ, മുസ്ലിങ്ങളെ ഐക്യത്തെ തെറി പറയാൻ. ഇവരെ ഭീതിപ്പെടുത്തുന്നത് എന്താ അറിയോ? മുസ്ലിമിൻ്റെ ഐക്യമാണ് ഇവരെ ഭീതിപ്പെടുത്തുന്നത്. മുസ്ലിമിൻ്റെ ഐക്യം അതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്, അതാണ് ഇവരെ ഭീതിപ്പെടുത്തുന്നത്. BJP-നെ ആയാലും സംഘപരിവാറിനെ ആയാലും വെള്ളാപ്പള്ളിനെ ആയാലും ഭയപ്പെടുത്തുന്നത് മുസ്ലിമിൻ്റെ ഐക്യത്തിനെയാണ്. ആ ഐക്യത്തെയാണ് ഇവർ ഭയപ്പെടുന്നത്. അപ്പോൾ ആ ഐക്യം തകർക്കാൻ വേണ്ടി പല നിരക്കും കുത്തിത്തിരിപ്പിട്ടാക്കി നോക്കി നടക്കുക, കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോൾ മാധ്യമങ്ങൾ കൊള്ളയാണ് തിരിച്ചത്. എന്നിട്ട് ഈ സാധനത്തിനെയാണ് നമ്മുടെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി വന്നത്. എന്നിട്ട് CPI ഏതാ തള്ളി പറഞ്ഞത്? CPI ഏതാ പറഞ്ഞത്? ബിനോയ് വിശ്വം പറയാണ് ഇഞ്ച കാറിൽ ഞാൻ കയറ്റൂല. ബിനോയ് വിശ്വം പറയാൻ ഇഞ്ച കാറിൽ ഞാൻ കയറ്റൂല വെള്ളാപ്പള്ളിനെ. കണ്ടാ സംസാരിക്കും, കൈ കൊടുക്കുന്നല്ലാതെ ഇഞ്ച കാറിലൊന്നും ഞാൻ കയറ്റൂല. അല്ല, അത്രയും വൃത്തികെട്ട ഒരു ജന്തുവാണ് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. ആ സാധനത്തിന് ആരെയും കാറിൽ കയറ്റുമോ? അപ്പോൾ ഈ മുഖ്യമന്ത്രി കാറിൽ കയറ്റി എന്താ? മുഖ്യമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല, ഇത് അത്തരത്തിലുള്ള ഒരു വിഷമാണെന്ന്. പക്ഷെ ആ ഈയവൻ്റെ ബോട്ട് എങ്ങനെയെങ്കിലും തട്ടാൻ കഴിയുമോ നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ബോട്ടിൻ്റെ കിട്ടിയതുമില്ല. ഇനി കയറ്റില്ല. കാരണം പാർട്ടിയിൽ തന്നെ വന്നിണ്, തിരുവനന്തപുരത്തെ CPM തന്നെ വന്നിണ് വെള്ളാപ്പള്ളിനെ കൊണ്ടുവരുന്നത് ശരിയായില്ലാന്ന്. പക്ഷെ അതിനൊന്നും മൂപ്പര് തിരുത്തില്ല. കാരണം ഇത് കമ്മിറ്റിയിൽ പറയുന്നല്ലാതെ ഇത് ചൂണ്ടിക്കാണിച്ച് ഈ രേഖ കൊണ്ട് സമർപ്പിക്കാൻ ആ പാർട്ടിയിൽ ആരുമില്ലല്ലോ. അതാണല്ലോ ആ പാർട്ടിൻ്റെ ഏറ്റവും വലിയ അപകടം. ഏതായാലും വെള്ളാപ്പള്ളിയെ ഇതൊരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ അജണ്ട നടപ്പാവൂല. ഇവിടെ മുസ്ലിം ലീഗും ന്യൂനപക്ഷവും ഒറ്റക്കെട്ടാണ്, ഒരു സംശയമില്ല. വെള്ളാപ്പള്ളിൻ്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ സമ്മതിക്കൂല. ഒറ്റക്കെട്ടായി തന്നെ ഞങ്ങൾ ഇത് നേരിടും.